കുറച്ച് കാലമായിട്ട് നിങ്ങൾ നമ്മുടെ കൊച്ചിയിലെ PXL സ്ക്രീൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും അല്ലേ? മറന്നുപോയോ? അങ്ങനെ ഒരു സ്ക്രീനെ പറ്റിയൊക്കെ നിങ്ങളുടെ തലേന്ന് നിങ്ങൾക്ക് പോയോ? അപ്പോൾ നമ്മുടെ ഫോറം മാളിലെ കൊച്ചി PXL സ്ക്രീൻ, അതുപോലെ തന്നെ ആ ഒരു PVRന്റെ തിയേറ്റർ, അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് കുറച്ച് കാലമായിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും അതിന്റെ അപ്രൂവൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീണ്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2024 തുടക്കത്തിൽ ഈ ഒരു തിയേറ്റർ PVRന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് ഇതേ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ 1-2 ദിവസം മുന്നേ ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഹരി എനിക്ക് ഓൾറെഡി ഇത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒഫീഷ്യലായി കിട്ടിയ വിവരമാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നാലും അത് കേട്ടിട്ട് അപ്പം തന്നെ വീഡിയോ ചെയ്യാതെ നിൽക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പും ഇതുപോലൊക്കെ തുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും PVRന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു നല്ല എന്താ പറയുക ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലേ ആക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കേട്ടിട്ട് ഞാൻ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ ഫോറം മാളിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇറ്റ്സ് കൺഫേംഡ്. അപ്പോൾ അവർക്ക് മെയിൽ വന്നു എന്നാണ് പറഞ്ഞ കേട്ടോ. അപ്പം ഈ ഒരു ഡേറ്റ് മെയിൽ വന്നു എന്നാണ്. അപ്പോൾ എന്നാണ് തുറക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PVRന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പൊടി തട്ടി എടുക്കാനായിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു തിയേറ്ററിനുണ്ട്. അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ക്രീനുള്ള തിയേറ്ററുകളുണ്ട് അല്ലേ, നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്ക് അത്ര പോരാ. വലിയ സ്ക്രീനിൽ കാണാം, പക്ഷേ സ്പെക്കും കൂടെ മികച്ചതാണല്ലോ. മറ്റ് തിയേറ്ററുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ സ്പെക്ക് ഗംഭീരമാണ്, പക്ഷെ സ്ക്രീനിന്റെ വലിപ്പം പോരാ. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പുതിയ PVRന്റെ തിയേറ്റർ വരുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം 9 സ്ക്രീനാണ് വരുന്നത്. അവിടെ തന്നെ 2 സ്പെഷ്യൽ ഫോർമാറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ PXL സ്ക്രീൻ വരുന്നത് നമ്മുടെ ഈ ഒരു ഫോറം മാളിലാണ് കേട്ടോ. അപ്പോൾ PXLന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ PVRന്റെ ഏറ്റവും വലിയ ജയന്റ് സ്ക്രീൻ ഫോർമാറ്റ് ആണ്. അപ്പോൾ കൊച്ചിയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ക്രീൻ ഇതാണെന്നാണ് PVR അവകാശപ്പെടുന്നത്. അവർ ആ ഒരു ടാഗ് ലൈനും സിറ്റിയിലെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ലൈനും അവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു PXL കൂടാതെ അവരുടെ ലക്ഷറി ഫോർമാറ്റ് ആയിട്ടുള്ള ലെക്സ് കാറ്റഗറിയും ഈ ഒരു തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ. ബാക്കി പിന്നെ സ്ക്രീൻസ് എല്ലാം നോർമൽ ഓഡിറ്റോറിയം ആണ്. അങ്ങനെ മൊത്തം 9 സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ വരുന്നത്. ഇനി സ്പെക്കിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 55,000 ലൂമൻസോട് കൂടിയ ലേസർ പ്രൊജക്ഷൻ ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ വരാനായിട്ട് പോകുന്നത്. അത് കൂടാതെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസും ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും 55K ലൂമൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും എന്താ പറയുക ബ്രൈറ്റസ്റ്റ് പ്രൊജക്ഷൻ തന്നെ ആയിരിക്കും ഈ ഒരു സ്ക്രീനിൽ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു PXL സ്ക്രീൻ വരുന്നതോട് കൂടിയിട്ട് എന്തായാലും കൊച്ചിയുടെ ഒരു തലവര മാറ്റാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും. കാര്യം എപ്പിക് സ്ക്രീൻ നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ കോഴിക്കോട് പരാക്ട് സിനിമാസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു PXL സ്ക്രീൻ നമ്മുടെ കൊച്ചിയുടെ തലവര മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു സ്പെക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഗംഭീര തിയേറ്റർ തന്നെയാണ് നമ്മുടെ ഈ ഒരു PXL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റിയൽഡി 3D ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റേ VIP കാറ്റഗറി ഉണ്ടല്ലോ, ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. യെസ്, അത് കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും ടിക്കറ്റ് ചാർജ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഏപ്രിൽ 10-ാം തീയതി ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 11-ാം തീയതിയാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷവും ആവേശം റിലീസ് ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനകത്ത് അവസാനമായിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 10 എന്നുള്ള ഡേറ്റ് കൺഫേം ആണ്, മെയിലൊക്കെ വന്ന് എല്ലാം ഓക്കെയാണ്. ഇനി ഫർദർ ഡിലേ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 10-ാം തീയതി അറിയാൻ പറ്റുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇത് ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 10-ന് തുറക്കുമെന്ന് വിചാരിക്കാം.